ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് പെരുന്നാൾ വ്ളോഗാണ്. എന്താണെന്നറിയില്ല, പെരുന്നാളിൻ്റെ വ്ളോഗ് എടുത്ത് വെച്ചാൽ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് കുറേ ദിവസം വേണ്ടി വരികയാണ്. ഒന്നാമത് സ്കൂൾ തുറന്ന് പിന്നെ അതിൻ്റെ ഓരോ തിരക്കായിരിക്കും. പിന്നെ മഴയാണ്. ഞാൻ എപ്പോൾ വോയിസ് കൊടുക്കാതിരുന്നാലും അപ്പോൾ നല്ല മഴയായിരിക്കും. ഇന്നും നല്ലൊരു മഴ ഇപ്പോൾ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വ്ളോഗ് നീട്ടിയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ പെരുന്നാൾ ദിവസം രാവിലെ ഞാൻ ചായയും ബജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തലേന്ന് തന്നെ അവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നാളെ മുളക് ബജിയും ചായയും മതി എന്നുള്ളത്. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതാ ഞാൻ ഐശുവിൻ്റെ റൂമിലൊന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ആൾ നല്ല ഉറക്കമാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തതാ നമ്മളെ റൂമിൽ ഐമി ഉറങ്ങുന്നുണ്ട്. തലേ ദിവസം മുടിയൊക്കെ വെട്ടാൻ പോയതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഐശു മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊന്ന് നോക്കിയതാണ്. അത്യാവശ്യം നല്ല ചോപ്പായിട്ടൊക്കെ ഉണ്ട്, മാഷാല്ലാ. അങ്ങനെ ഇതാ ഞാനൊരു കട്ടനൊക്കെ കുടിച്ച് എൻ്റെ ഓരോ പണികൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ പോയി ടി വിയിൽ നല്ലൊരു സോങ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ പണിയെടുക്കാനൊക്കെ നല്ലൊരു ഉഷാറാവും. അതങ്ങനെ കേട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ പണി ഇങ്ങോട്ട് കഴിഞ്ഞോളൂ. നല്ലൊരു ഈദ് സോങ് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പണികളും തീർക്കുന്നുണ്ട്. ഇപ്പോൾ മരിച്ചിട്ട് ഇപ്പോൾ ഒരു ചെറിയ പെരുന്നാൾ കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്കത് അങ്ങനെ ഒരു പെരുന്നാളായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്രാവശ്യമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പെരുന്നാൾക്ക് ഇപ്പം ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുന്നത്. അതേപോലെ തന്നെ ഉമ്മയില്ല കേട്ടോ, ഉമ്മ കാക്കാൻ്റെ വീട്ടിലാണ്. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്രാവശ്യം പെരുന്നാൾ വീട്ടിലാക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിന് പള്ളിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ അങ്ങോട്ട് പോവാമെന്ന്. അങ്ങനെ ഇതാ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊരു ഫ്രഷ് ഫീൽ വരാൻ വേണ്ടിയിട്ട് 2 അഗർബത്തിയും കൂടി കത്തിച്ച് വെക്കാം. ഇനിയിപ്പോൾ അതവിടെ നിന്ന് കത്തട്ടെ. ആ നേരം കൊണ്ട് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ആ ഒരു ടൈമിൽ തന്നെ ഐഷും കൂടി എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഓളും കുളിച്ച് ഫ്രഷായി. ഇതാ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മേക്കപ്പും കൂടി ഉള്ളൂ. ഇങ്ങോട്ട് തിരിഞ്ഞ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഇനിയിപ്പോൾ എത്ര ഫുഡ് ഉണ്ടാക്കിയാലും ഇവരതൊന്നും കഴിക്കൂല കേട്ടോ. ഇതാ കണ്ടില്ലേ, കട്ടൻ ചായ മാത്രമാണ് കുടിക്കണേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളെയും റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പാക്കിങ്ങും കൂടി ഉണ്ട്. അങ്ങനെ ഇതാ പെരുന്നാൾക്ക് ഡ്രസ്സ് വാങ്ങിച്ച് വലിയൊരു കവർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അതിൽ കുത്തി നിറച്ചിട്ടുണ്ട്. മൈലാഞ്ചി ഇടാത്ത കൈ കാണുമ്പോൾ നല്ല മിസ്സിങ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ മരിച്ച് നമുക്കൊരു വർഷം കൂടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഈദ് ലുക്ക്. എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു കോട്ടൻ്റെ അടിപൊളി 3 പീസ് സെറ്റാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഡേറ്റ് കോട്ടനോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമാണ്. ഇപ്പം ഞാൻ അധികം കോട്ടൺ തന്നെയാണ് എടുക്കാനും ശ്രദ്ധിക്കുക. ഞാനും ഐഷൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ ഐമി എണീറ്റ് ഓളുടെ കാര്യം കൂടി ഉണ്ട്. അതിനിടയ്ക്കതാ അവന് പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ക്യാമറയ്ക്കൊന്ന് നോക്കാൻ പറഞ്ഞിട്ട് വലിയ ജാട. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഞാൻ എന്താ പോയിട്ട് കയ്യോടെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഐഷുവിൻ്റെ ഫ്രണ്ട് നിഷു വന്നിട്ടുണ്ടായിരുന്നു. നിഷുവിനും ഐഷുവിനും ഒക്കെ നമ്മുടെ താഴത്തെ ആ കുട്ടീനെയാണ് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാഷാല്ലാ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഐമി എണീറ്റു, ഓളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ അടുക്ക് ഐഷു മൂത്താപ്പാൻ്റെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഐഷു അവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അവൾ അവിടെ എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഐഷുവിനെ വെയിറ്റ് ചെയ്തു. അതിൻ്റെ അടുക്ക് ഞങ്ങൾ അവിടുന്ന് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മന്തി വാങ്ങിച്ചാണ്. പക്ഷേ ബിരിയാണി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ട് മുതലേ ഞാനൊരു മന്തി ലോവർ അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് കേട്ടോ. ഫുഡൊക്കെ വിളമ്പി സെറ്റായപ്പോഴൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാ അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് കേട്ടോ നമ്മൾ മിറർ കാണുന്നത്. മിറർ കണ്ടാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അമ്മായി അവിടെ നല്ല അടിപൊളിയായിട്ട് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ പായസം ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി, ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ ബിരിയാണിൻ്റെ മസാല, പിന്നെ എന്താ ബീഫ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ തൈര്, അച്ചാർ, പപ്പടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫില്ലായതുകൊണ്ട് തന്നെ കുറച്ച് പുഡിങ്ങാണ് ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്ത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാണി ക്യാമറയിൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ വീട്ടിൽ പോവാണ്. പോണ വഴിക്ക് നമ്മൾ ബിസ്മയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. പെരുന്നാളായതുകൊണ്ട് ഒരു തിരക്കുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങൾ എടുത്ത് പോരായിരുന്നു. പക്ഷെ നമുക്കൊന്നും പർച്ചേസിങ് ഇല്ല, ജസ്റ്റ് കുറച്ച് മിഠായി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി. ഇവിടെ എല്ലാവരും രാവിലെ ഒരു പ്രാവശ്യം ഫുഡൊക്കെ കഴിച്ചാണ്, പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മളൊരു 1 മണി ആ ഒരു ടൈമിലായിട്ട് എത്തിയത്. രാവിലെ വരണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാക്കാൻ്റെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഇവിടെ ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചിക്കന് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടായത്. എനിക്കാണെങ്കിൽ ബീഫ് ബിരിയാണി വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ റൈസും ചിക്കനും കൂട്ടിയിട്ട് കഴിച്ച്. അങ്ങനെ അനു ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് താത്തയും മക്കളൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇനി അവരൊക്കെ വന്നിട്ട് ഒന്ന് ഉമ്മാൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകണം എന്നാണ് പ്ലാന്.
ഇവിടെ എത്തിയ പാടന്നെ ഇവർ നല്ല ഡാൻസ് ചെയ്യുന്നു കേട്ടോ. നല്ല മഴക്കോളും ഉണ്ട്. പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഉള്ളിൽ പാട്ട് കേട്ടിട്ട് ഭയങ്കര കളിയായിരുന്നു. ഇവർക്കാണേലോ ക്യാമറ കാണുമ്പോൾ എവിടുന്നാന്ന് അറിയില്ല, ഭയങ്കര നാണോ മാനൊക്കെ ഉണ്ട്, പൊട്ടി മുളച്ച് വരുന്നതാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് എല്ലാവരും വീഡിയോ എടുത്ത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താത്തയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മായിയും അമ്മായി കാക്കയൊക്കെ വന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ എല്ലാവരും ഇട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അമ്മായി കാക്കൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ പോയി. അവിടെ എത്തുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ 3 വീട്ടിലുമായിട്ട് ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ്, ബിരിയാണി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടിരുന്നു. പിന്നെ മക്കളെ കയ്യിൽ എന്താ മറ്റേ പടക്കമൊക്കെ ഉണ്ടായിരുന്നു, ഇട്ടാപ്പൊട്ടിയോ അങ്ങനെ എന്തോ പറയും, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരെയും നെട്ടിച്ച് അതിൻ്റെ അടുക്ക നല്ല മഴയും പെയ്ത് കുറച്ച് നേരം പുറത്തുനിന്ന് മഴയൊക്കെ ആസ്വദിച്ച് പിന്നെ നമ്മൾ ഉള്ളിൽ കയറി. അവിടെ ഇരുന്നിട്ട് ഭയങ്കര ചർച്ചയായിരുന്നു. 2 ദിവസം എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ട്രിപ്പൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പ്ലാനുകൾ ഒരുപാടുണ്ടെങ്കിലും ഒന്നും നടക്കൂല എന്ന് പറഞ്ഞ മാതിരി ഡെയിലി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ അൽഹംദുലില്ലാ മാഷാ അല്ലാ ഈ ഒരു പെരുന്നാളും നല്ല രീതിക്ക് തന്നെ അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പെരുന്നാളാവണ വരെ നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ പഠിച്ചോൻ തരട്ടെ.